ആരും കാണാത്ത നിറങ്ങളിൽ നിരന്നിടാം. തിത്തൈ തൃത്താപ്പൂ പറിച്ചെടുക്കാം. സൂര്യാഘോഷം അതിർവരം പുടച്ചിടാം. ലൊക്കേഷൻ ബീച്ച് കടല് ഫോട്ടോ ഷൂട്ടൊക്കെ പിന്നെ ആദ്യം സെൽഫി ഷൂട്ട്. വാടാ മക്കളെ, ഇത് നമ്മൾ തകർക്കും. ഹരിയേട്ടാ, ബാക്കിന് മുടിയൊക്കെ കെട്ടി വെള്ളയൊക്കെ ഇട്ട് ആങ്കർ കണ്ടായിരുന്നോ? മോളിലാ? ഞാൻ മോളിൽ പോയി തപ്പി കണ്ടില്ല. നിങ്ങളെപ്പോഴാ കണ്ടേ? ഞാനിപ്പോഴാണല്ലോ നോക്കിയത്, കണ്ടില്ലെന്നേ. പോയി അർജുനെ, ഞാൻ നിന്നെ അന്വേഷിച്ച് എവിടെയൊക്കെ നടന്നു പറയാം. എല്ലാവരും അവിടെ നിന്നെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഈ കൊടലും ബീച്ച് അല്ലെ കടലും ബീച്ചും ഒക്കെ കണ്ട് ഞാൻ ഇവിടെ നിന്ന് എന്തൊരു ലൊക്കേഷൻ അർജുന ഇത്. അതെ സൂപ്പർ ലൊക്കേഷൻ. സെൽഫി എടുക്കാം. ഈ മൊട്ട വെയിലത്താ ഓടാ അവിടുന്ന്. അപ്പൊ പോവല്ലേ? പക്ഷെ സദ്യക്ക് എന്തായാലും പരിസും പപ്പടം ചിക്കൻ കറിയും വേണം. പപ്പടം ചിക്കൻ കറി പുതിയ വെറൈറ്റി ആയിക്കോട്ടെ. തെക്ക് വടക്ക് ആ ഭാഗത്തോട്ടൊക്കെ നമുക്ക് ചിക്കൻ കറിയും. ആരായി അലക്കുന്നത്? ഹാപ്പി ഓണം. ഹാപ്പി ഓണം എന്ന് പറഞ്ഞതാണ്. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഹലോ 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 ഗേൾസ്, അവിടെ ഞന്റെ ഏരിയ. അപ്പോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രിയപ്പെട്ട സൺസൂര്യയുടെ പ്രേക്ഷകരെ, നമ്മൾ എത്തിയിരിക്കുന്നത് തേന്മാവിൻ കൊമ്പത്തിന്റെ അതിമനോഹരമായ സെറ്റിലാണ്. സത്യം, നിങ്ങളെ നോക്കി തന്നെ അത് പറയും. അല്ല, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അതിമനോഹരമായ സെറ്റിലാണ്. അപ്പോ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിന് നമ്മളൊരു പേരിട്ടിട്ടുണ്ട്. എന്താണെന്ന് അറിയാമോ? തേന്മാവിൻ കൊമ്പത്തെന്നാണ് നിങ്ങളുടെ സീരിയലിന്റെ പേര്. എന്നാൽ നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് പൊന്നോണ കൊമ്പത്തെന്നാണ്. ഭൂമിയിലും അല്ല ആകാശത്തും അല്ല, കൊമ്പത്താണ് നമ്മുടെ പ്രോഗ്രാം. ഒരു ലെവലാണ്. അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ സൺസൂര്യയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ, സമൃദ്ധി നിറഞ്ഞ, പിന്നെ എന്താ പായസങ്ങൾ നിറഞ്ഞ, ഐശ്വര്യം നിറഞ്ഞ ഒരു ഒന്നാന്തരം 1 2 3 4 5 6 7 8 മറ്റവ ഇവിടെ പോയി. എന്നെ ഇങ്ങോട്ട് തൂക്കിക്കൊണ്ട് വന്നവനെ കാണുന്നില്ലല്ലോ. അത് തന്നെ, ആ സാധനം. ഞാനിവിടെ ഉണ്ട്. ഡിങ്ക വാടാ. ഹലോ സാർ, ഈ മുണ്ട് കറക്റ്റ് ചെയ്യുന്നത് അവിടെ ആയിരുന്നു. ഞാൻ അതിന് വരെ പുള്ളിയുടെ ഓടക്കുള്ള എടുത്തിട്ടുണ്ട്. ഇവിടെ ചേരുന്ന് പറഞ്ഞ നീ എന്തർത്ഥത്തിലാ പറഞ്ഞത്? എന്റെ സ്വഭാവം കാരണമാണോ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഓണമായോണ്ട് മാറ്റി. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ അതായത് ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ മാവേലിയെ മാറ്റി നിർത്തി ചിന്തിക്കാൻ പറ്റത്തില്ല. മാവേലി അതിന്റെ ഒരു സെന്റർ ഫിഗർ ആണ്, അല്ലേ? അപ്പൊ ഇവിടെ കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്, ഒരു കാര്യം പ്ലീസ്. അപ്പൊ ഇവിടത്തെ മാവേലി എന്ന് പറഞ്ഞ ഉഗ്രപ്രതാപി എന്ന് പറഞ്ഞ ആരാണ്? ചേട്ടൻ ആ സൈഡിൽ പോയി നിൽക്കുന്ന ശരിയാവണില്ല. ഇങ്ങോട്ട് വരിക, ഇങ്ങോട്ട് നിൽക്കുക. അപ്പൊ ഞങ്ങൾ പ്രേമൗട്ട് ആവുമോ? ചേട്ടാ പറഞ്ഞ കേട്ടാ, ഞങ്ങള് പ്രേമൗട്ട് ആവുമോന്ന്. ക്ഷമിക്കണം, ഒന്ന് അവനെ പിടിച്ച് കുലിക്കേര്. അതാ ശരിയാണ് ചേട്ടാ. ചേട്ടൻ വന്നപ്പോ എനിക്ക് പിന്നെ ചരിഞ്ഞിരിക്കാൻ പറ്റുള്ളൂ. ചേട്ടാ കോപ്പതല്ല ചേട്ടാ. അപ്പൊ നമ്മളെല്ലാരും ഇങ്ങനെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. കാര്യം നമ്മുടെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഒരു എക്സൈറ്റിംഗ് ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുകയും മത്സരിക്കുകയൊക്കെ ചെയ്താൽ മാത്രമേ ഓണത്തിന് ഒരു ഗുമ്മുള്ളൂ, അല്ലേ ചേട്ടാ? അതെ, അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരാം. അപ്പൊ ചേട്ടാ മുണ്ട് മടക്കി കുത്തിയില്ലേ, ഇതേ വീറും വാശിയാണ് നമുക്ക് ഈ മത്സരത്തിലൂടെ, ഈ എപ്പിസോഡിലുടനീളം നമുക്ക് കാണേണ്ടത്. അപ്പൊ അതിനായിട്ട് നമ്മുടെ നിങ്ങളുടെ ടീമിനെ, നിങ്ങളുടെ ഒറ്റ ടീമിനെ നമ്മൾ 3 ആയിട്ട് മുറിക്കുകയാണ്. ആദ്യം നമ്മുടെ മഹാബലി ടീമാണ്. ചേട്ടന്റെ ടീമിനെ നമ്മൾ മാവേലി ടീം എന്നാണ് പേരിടുന്നത്. പുള്ളിയെ നമുക്കൊരു ടീമായിട്ട് പ്രഖ്യാപിച്ചു. ഞാൻ ഒറ്റയ്ക്ക് സംഘഗാനം പാടുന്നത്. അപ്പൊ ചേട്ടന്റെ ടീമിലുള്ള മാവേലി ടീമിലുള്ള ആൾക്കാർ ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ പ്രിയ ചേച്ചി, അറിയാം, ഇദ്ദേഹത്തിന്റെ പെങ്ങളെ പ്രിയ ചേച്ചി ഇപ്പുറത്തോട്ട് ഇടാം. പ്രിയ ചേച്ചി, അപ്പൊ ഒരാൾ അപ്പുറത്തോട്ട് പോകാം. മാവേലിക്കാരെ അങ്ങോട്ട് പോയേ. ഞാൻ നടുക്കി നിൽക്കണോ സൈഡിൽ നിൽക്കണോന്ന് ദൂരെ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചേട്ടന്റെ ഏറ്റവും വലിയ സപ്പോർട്ടായ ആരെ, ശില്പയെ ഇങ്ങോട്ട് വിളിക്കാം. അപ്പൊ ഒരാൾ വീണ്ടും അങ്ങോട്ട് പോകണം. അർജുൻ അങ്ങോട്ട് പോകണം. സന്തോഷമാണല്ലോ.
അപ്പൊ നിങ്ങൾ മൂന്നുപേരും ഒരു ടീമായിട്ടുണ്ട്. ഓക്കെ. നിങ്ങൾ മൂന്നുപേരും ഏതാ ടീമിന്റെ പേരെന്തുവാ? മാവേലി ടീം. അടുത്ത ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാമനൻ ടീമാണ്. വാമനൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മൊത്തം കാര്യങ്ങൾ, അതായത് എവിടെയെങ്കിലും വന്ന് എന്തെങ്കിലും ഒക്കെ ഒപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഐശ്വര്യ. അപ്പൊ വാമനൻ ടീം. വാമനന്റെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാമനനുണ്ട്, അല്ല അർജുനുണ്ട്, അല്ല ഒരു മിനിറ്റ്, തൊട്ടടുത്ത് മിഥുനുണ്ട്, മിഥുന്റെ ആയിട്ടുള്ള നമ്മുടെ കീർത്തിയുണ്ട്. അപ്പൊ നിങ്ങളുടെ ഹണിമൂൺ പീരീഡിൽ നമ്മൾ നിങ്ങളെ പിരിക്കുന്നില്ല, നിങ്ങൾ മൂന്നുപേരും ഒരു ടീം തന്നെയാണ്. അപ്പൊ ഇനി ബാക്കി വന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും പിന്നെ നമ്മുടെ പാവം ആര്യനും. ആര്യം കുഞ്ഞ് ഇങ്ങ് വന്നേ, എന്റെ ആര്യം ഇങ്ങ് വന്നേ വന്നേ. ഞാൻ നമ്മൾ നിങ്ങളുടെ ടീമിന്റെ പേര് ഓണത്തപ്പൻ എന്നാണ്. ഓണത്തപ്പൻ ടീമിലുള്ളത് ആര്യനുണ്ട്, ധ്വനിയുണ്ട്, ചൈത്രയുണ്ട്. അപ്പൊ ആദ്യത്തെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വാമ ഒരു സംഭവം, കിടിലൻ ഗെയിമാണ്. അതിനായിട്ട് നമ്മൾ എങ്ങോട്ട് പോകണം? അങ്ങോട്ട് പോകണം. വരണം തമ്പുരാന്മാരും തമ്പുരാട്ടികളും വരിക. അപ്പോ നമ്മുടെ ആദ്യത്തെ മത്സരവേദിയിലേക്ക് നിങ്ങളെ ഞാൻ എത്തിച്ചിരിക്കുകയാണ്. വളരെ വെറൈറ്റി ആയ ഒരു മത്സരമാണ്. രണ്ടുപേരെവിടെ പോയി കേട്ടാ? മുങ്ങി ചില സാങ്കേതിക കാരണങ്ങളാൽ. പക്ഷേ ഇതിൽ ടീം വേണ്ട ഗൈസ്. അതാണ് ഇതിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീം ഇല്ലാതെ ഇൻഡിവിജ്വൽ ഗെയിമാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് കണ്ട ഒരു സൈഡില് നമ്മുടെ വാഴയ്ക്കപ്പം വെച്ചിട്ടുണ്ട്, അപ്പുറത്ത് നാരങ്ങ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ 3 പെബിൾസ് വെച്ചിട്ടുണ്ട്. അവിടെ ദാണ്ട ഈ നല്ല വർണ്ണക്കുടങ്ങൾ നിരയായിട്ട് അങ്ങനെ കിടക്കുന്ന കണ്ടോ പ്രിയ ചേച്ചി? കണ്ടാ? ഓഹോ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റാർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 കല്ലുകൊണ്ട് ഏതെങ്കിലും ഒരു കുടമെങ്കിലും എറിഞ്ഞു പൊട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം പൊന്നോണക്കൊമ്പത്ത് തരും. എന്നാൽ അത് പൊട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ നാരങ്ങ കടിച്ചു തിന്നണം. പൊന്നോണക്കൊമ്പത്തെ കന്നി അംഗത്തിനായിട്ട് നമ്മുടെ മിടുമിടുക്കനായ തച്ചോളി ഓതലിനെ ഞാൻ ഇറക്കുകയാണ്. അർജുനെ കമോൺ, ശ്രദ്ധിക്കണം. ബൗൺസ് ചെയ്തൊന്നും അപ്പുറത്ത് പോയില്ലേ? അതെ, 3 പിഴച്ച ഇരുമ്പ് നാരങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇഷ്ടമുള്ള ഒരു നാരങ്ങ എടുത്ത്, എല്ലാവർക്കും ഇഷ്ടമാണ്, അവിടെ നോക്കിയാൽ അറിയാം. നല്ല അതിന്റെ വിറ്റാമിൻ സിയും വിറ്റാമിൻ എയും B12 എല്ലാം പോട്ടെ. മുഴുവൻ കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്തത് അർജുനെ, നമുക്ക് ആരെ വിളിക്കാം? നമ്മുടെ പ്രിയപ്പെട്ട ചൈത്രക്കുട്ടി. ചോക്ലേറ്റും നല്ല വട്ടത്തിലരിഞ്ഞ പാവയ്ക്കായി. ഓക്കെ, അപ്പം എല്ലാവരും കൈയടി കൊടുത്തത് നമ്മുടെ ചൈത്രക്ക്. ഏതെങ്കിലും ഒരു തലത്തിൽ ഒരു തവണ എങ്കിൽ പാവയ്ക്ക് ഒഴിവായി കിട്ടും. ചേച്ചി എന്നാലും ബ്ലോക്ക് വെച്ചോ. ആദ്യം കേട്ടോ, അടുത്തൂടെ പോയി കൊണ്ടാ. ഇല്ല കൈ കഴിക്കുന്നത്. അതാ SP ചേട്ടൻ എടുത്ത് തരും. SP ചേട്ടൻ തരും. ആ ടാസ്ക് ഒക്കെ വളരെ ഇനി വേണ്ട. ചൈത്രയും അർജുനും ശ്രമിച്ച പിന്മാറിയെടുത്തേക്ക് നമ്മുടെ ധൈര്യവാനായ ധീരനായ മിഥുൻ ഇതാ കടന്നു വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മിഥുന് ഇവിടെ എത്തിച്ചിരിക്കുന്നത് നല്ല ഒന്നാന്തരം ചൂട് മുട്ട പഫ്സും അതിനോടൊപ്പം തന്നെ നല്ല വരിയായിട്ട് ജൂലിയൻ കട്ട് ചെയ്ത നമ്മുടെ പടവലകയാണ്. അത് മതി. അപ്പൊ എല്ലാരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. നല്ല നീളത്തിൽ കട്ട് ചെയ്ത പടവലം യുവമിഥുനങ്ങൾക്ക് ആരോഗ്യത്തിന് വേണ്ടി. ഭർത്താവ് തോറ്റെടുത്ത് ഭാര്യ ജയിക്കുമെന്നാണ് നമുക്ക് അറിയേണ്ടത്. കീർത്തിയെ എല്ലാരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് വിളിക്കാം. കീർത്തി കമാൺ. നല്ല വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത ചക്കവറ്റലും നല്ല ഒന്നാന്തരം വാളം പുളിയാണ്. ശ്രദ്ധിച്ചോളൂ. എല്ലാരും നമ്മുടെ കീർത്തിക്കുട്ടിക്ക് ഓരോ കുഞ്ഞുണ്ട്. SP ചേട്ടാ, എന്നാലും പെങ്ങളുടെ മോൾക്ക് ഈ പണി കൊടുക്കണ്ടായിരുന്നു. അല്ല സോറി, പെങ്ങളെ പോലത്തെ കാമുകിയുടെ മോള്.
SP uncle on stage. Come on. ജയിച്ചാൽ ചേട്ടന് കിട്ടാൻ പോകുന്ന നല്ല ഒന്നാന്തരം ബേക്കറി ജിലേബിയും തോറ്റാൽ കിട്ടാൻ പോകുന്നത് നല്ല ആനക്കൊമ്പൻ വെണ്ടക്കയാണ്. എന്നാലും അത് നിങ്ങളുടെ മാൻ പക്ഷെ ഞാനൊരു സത്യം പറയട്ടെ പ്രിയപ്പെട്ടവരെ, ആ കലത്തിന്റെ വക്ക് പൊട്ടിയത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ആ പൊട്ടിയതായിട്ട് കണക്കാക്കിയാൽ നമുക്ക് എല്ലാവർക്കും ജിലേബി കഴിക്കാം. മയക്കുപടി ആദ്യമേ അമ്മാവനെ ഞങ്ങൾ കൊടുത്തോട്ടെ. വേണ്ട, അവിടെ കൊടുക്കണം, നമുക്ക് തിന്നാം. അടുത്ത ആളെ ഇങ്ങോട്ട് വിളിക്കുകയാണ്. പ്രിയ ചേച്ചി, കമാൺ. സൂപ്പർ പ്രോപ്പർട്ടി ചേഞ്ച് ആണ്. വെണ്ടയ്ക്ക് അവിടെ സ്റ്റേ ബാക്ക് ചെയ്തിട്ട് ബട്ടർ ബൺ, ക്രീം ബൺ ഇതാ എറിയാൻ പോകുന്നു. ഇതാ കലം ദിഗന്ധങ്ങൾ പൊട്ടി. കുറച്ചും കൂടെ സെലിബ്രേഷൻ. അടുത്തത് ഞാൻ ഇങ്ങോട്ട് വിളിക്കുന്നത് നമ്മുടെ ശില്പക്കുട്ടിയാണ്. നാരങ്ങയും അപ്പത്തേക്ക് നല്ല മഫിൻസും ആണ്. തേന്മാവിൻ കൊമ്പത്തിന്റെ അഭിമാന താരം, തിരുവനന്തപുരത്തിന്റെ പ്രിയപുത്രി, അഭിമാന താരം തന്നെ, ആനന്ദപുരിയുടെ പ്രിയപുത്രിയായ എന്റെ ശില്പേ. തുപ്പ് കമോൺ ശില്പ, എല്ലാവരും കേട്ടോ. കഴിക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാരെ കൊണ്ട് ഇതൊക്കെ തീറ്റിച്ച് ഇനി ചേട്ടനൊന്ന് എറിഞ്ഞു കാണിച്ചു. ഞാൻ നേരത്തെ ഒന്ന് വാങ്ങി ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ധൈര്യസമേതം ഞാൻ ഇത് ഏറ്റെടുക്കുകയാണ്. ഈശ്വര ഭഗവാനെ, ദിഗന്ധങ്ങൾ പൊട്ടുമാറും ഉച്ചത്തിൽ അത് പൊട്ടിത്തെറിക്കണേ. ഈ വേറൊക്കെ കണ്ണിലോട്ട് വീണേ. പൊട്ടും. ഇത് വരുത്തനാ, അവരെ നോക്കണ്ട, ഇവരൊക്കെ ഉപയോഗമില്ലാത്തവരാ. ഞാൻ പൊട്ടിക്കട്ടെ. എടാ ഇനിയെങ്കിലും നീ ഒന്ന് പൊട്ടിക്കണം. അമ്മാവ ഇപ്പൊ വരാം. എവിടെ പോകുന്നു? അയ്യോ എടേ, ഞാൻ പൊട്ടിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ വളരെ രസകരമായിട്ട് നമ്മുടെ പൊന്നോടക്കൊമ്പത്തിന്റെ കന്യങ്ക നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ബാക്ക് ടു നമ്മുടെ ഇൻഡോർസ്. കമാൺ, എല്ലാവരും അങ്ങോട്ട് പോടേ. നമ്മൾ അടുത്ത സംഭവത്തിലേക്ക് കിടക്കുകയാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ പാട്ടിട്ട് വരും. പാട്ടിട്ട് വരുമ്പോൾ നിങ്ങളുടെ ടീമിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഒരാൾ സെൻട്രൽ ക്യാരക്ടറായിട്ട് അപ്പുറത്ത് ഒരു കപ്പിളായിട്ടെന്നുള്ള രീതിയിൽ സങ്കല്പിച്ച് ഡാൻസ് ചെയ്തോണം. അതിന്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുറെ ഭാവങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തരും. ആ ഭാവത്തിനനുസരിച്ച് വേണം നമ്മൾ മുഖത്ത് എക്സ്പ്രഷൻ ആക്കും. നിങ്ങളൊക്കെ അഭിനേതാക്കളല്ലേ ഒന്നാം തരം അല്ലേ? പിന്നെ മ്യൂസിക്. உன்னாலே என் நாளும் என் ஜீவன் வாழுதே, சொல்லாமல் உன் சுவாசம் என் மூச்சில் சேருதே. கைகள் கோர்க்கும் ஓர் நொடி என் கண்கள் ஓரம் நீர் துளி உன் மார்பில் சாய்ந்த சாக தோணுதே. ഹാസ്യം. உன்னாலே என்னாலும் என் ஜீவன் வாழுதே, சொல்லாமல் உன் சுவாசம் என் மூச்சில் சேருதே. ഇത് ശൃംഗാരം. பூங்கொடி வாடி போச்சே என் செடி, வான்மதி பைங்கிளி
தீர பாட்டு நீயே. ഹാസ്യം. இந்த மாதிரி ஒரு மேட்டர் நடந்ததை நானும் மறந்துடுறேன், நீயும் மறந்துடு. ஓகேவா? நாளைக்கு என்னை பார்க்கும்போது ஆக்வர்டெல்லாம் பிஹேவ் பண்ணக்கூடாது. போடா, போய் எக்ஸாம் படிப்போ. അത്ഭുതം. ഹാസ്യം. ശൃംഗാരം. ശൃംഗാരം. இருக்காதா பெண்ணு பெண்ணு சாரல் அடிக்காதா பெண்ணு பெண்ணு தேகம் நனையாதா பெண்ணு பெண்ணு தீயும் அணையாதா பெண்ணு பெண்ணு கண் பாஷை பேசினால் நான் என்ன செய்வேன் கன்ஃபியூஷனா കരുണം. புல்லே பறக்க பறக்க துடிக்குது பழக பழக பிடிக்குது பழைய ரணங்கள் மறக்குது. നമ്മൾ അടുത്ത ഗെയിമിലേക്ക് പോവുകയാണ്. അടുത്ത ഗെയിമിന്റെ പേര് പറയൂ. പവർ പണി. ഹണി മാംഗോ ട്രീ ടീം യെസ്. ഇതാ പ്രോപ്പർട്ടീസ് എത്തിക്കഴിഞ്ഞു. ഒരു കൊല പഴം, അതൊരു വലിയ കുട്ടയിലിരിക്കുന്നു. ചുറ്റും വീണ്ടും 3 കുട്ടകളുണ്ട്. എന്റെ കയ്യിൽ ദാണ്ട ഒരു മനോഹരമായ വടമുണ്ട്. വടം അതായത് ഓരോ ടീമിനെ റെപ്രസെന്റ് ചെയ്ത് ആ ടീമിലെ ഒരു പുരുഷൻ ഫ്രണ്ടിലേക്ക് വരണം. നിങ്ങളുടെ വയറിലേക്ക് ഇത് കെട്ടിത്തരും. നിങ്ങളുടെ ടീമിലെ ഒരു ഫീമെയിൽ മെമ്പർ ഓരോ അറ്റത്ത് പോയി നിൽക്കും. നമ്മൾ പറയുന്നിടത്ത് പോയി നിൽക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ വന്ന് ഇതിൽ നിന്ന് ഒരു പഴം എടുത്തുകൊണ്ട് പോയി നിങ്ങളുടെ ഫീമെയിൽ മെമ്പറിന് കൊടുക്കുക. അവരത് കഴിക്കും. കഴിച്ചതിന് ശേഷം അതിന്റെ തൊലി കൊണ്ടുവന്ന് നിങ്ങൾക്ക് റെസ്പെക്റ്റീവ് ഓരോ കുട്ട തരും, അതിലിടുക. വെരി സിമ്പിൾ. അപ്പം ഇതിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ എൻഡ് പറയുമ്പോൾ ഏത് കുട്ടയിലാണ് ഏറ്റവും കൂടുതൽ തൊലി കിടക്കുന്നത് ആ ടീം ആയിരിക്കും വിൻ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ പഴം തിരുന്ന ടീം വിജയിക്കും. പഴംതിരി ടീം. പവർ പണി അറ്റ് പൊന്നോണക്കൊമ്പത്ത് ആൻഡ് ദ ഗെയിം സ്റ്റാർട്ട്സ് നൗ. എന്റെ ഭഗവാനെ, അയ്യോ ഇത് എന്നെ തള്ളിയിടുവോ? പെട്ടെന്ന് ഞാൻ സംബന്ധക്കാരൊന്നും ചെയ്യില്ലേ. ഞാൻ ഈ ടീമിലുള്ളതല്ല. അയ്യോ ഒരു പഴം മതി പ്ലീസ്. പ്രിയപ്പെട്ടവരെ, തെന്മാവി കൊമ്പത്ത് ബാധ ഒഴിയട്ടെ. മതി മതി മക്കളെ, മതിയടാ. ആര്യ, അർജുനെ, എസ് പി ചേട്ടാ, മതി. എന്റെ ഭഗവാനെ, തേന്മാവിൻ കൊമ്പത്തെന്ന് പറഞ്ഞ് ഇത് വല്ലാത്ത സീനായിപ്പോയി. നിർത്ത്. ഇതെങ്ങനെ അതിതീവ്രമായ മത്സരത്തിനൊടുവിൽ നമ്മുടെ മാവേലി ടീമിന്റെ സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 പഴമാണ് നേടിയിരിക്കുന്നത്. ക്ലാപ്പ് പ്ലീസ്. അതിൽ സൂപ്പർ. നമ്മുടെ പ്രിയപ്പെട്ട വാമനൻ ടീം ലെഡ് ബൈ അർജുൻ 1 2 3 4 4. ഇനി അടുത്തത് ആര്യപുത്രന്റെ ടീം 1 2 3 4. അത് തൊലിയല്ലേ? ഒരു 5. എനിക്ക് സംശയമുണ്ട്. എല്ലാരും കൂടെ നിന്ന് ഒരു കിട്ടില്ല മൊമെന്റ്സ് ആണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കൊടുത്തത്. അതിൽ വിജയിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ ഓണത്തപ്പൻ. ഓക്കെ, അപ്പം ഇതോടുകൂടി നമ്മുടെ മത്സരങ്ങൾ ഇവിടെ തീർന്നതായിട്ട് നോം പ്രഖ്യാപിക്കുകയാണ്. ഒരുപാട് രസകരമായ മുഹൂർത്തങ്ങളായിരുന്നു ഇന്ന് പൊന്നോണക്കൊമ്പത്ത് നമുക്ക് ഇവരെല്ലാരും കൂടെ ചേർന്ന് തന്നത്. സൺ സൂര്യയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഗിഫ്റ്റ് ഉണ്ട്. വായിലലിയും മനസ്സ് നിറയും അൺകോംപ്രമൈസ് ടേസ്റ്റ് ആൻഡ് ക്വാളിറ്റി സ്പൈസ് കേക്ക്സ് നൽകുന്ന ഒരു ഗിഫ്റ്റ്. സ്പൈസ് കേക്ക് നൽകുന്ന ഒരു കിടിലം സമ്മാനം നമ്മുടെ ആര്യപുത്രനുമുണ്ട്. ആര്യന് വേണ്ടിയും സ്പൈസ് കേക്ക് നൽകുന്ന ഒരു കിടിലം സമ്മാനമുണ്ട്. ശുദ്ധമായ നാളികേരം പരമ്പരാഗത രീതിയിൽ ചക്കിലാട്ടി എടുക്കുന്ന ഉദുപ്പൻസ് പ്യൂർ കോക്കനട്ട് ഓയിൽ നൽകുന്ന ഒരു ഗിഫ്റ്റ്. ഓരോ കറിക്കും നാടൻ കൂട്ടുരുചി ഉറപ്പ് നൽകുന്ന ഗുഡ്നസ് ഫുഡ് പ്രോഡക്ട്സ് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് കറി പൗഡർ നൽകുന്ന ഒരു ഗിഫ്റ്റ്.
സൗത്ത് ഇന്ത്യയിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന LGO ബാത്ത്വെയർ കമ്പനി നൽകുന്ന ഒരു ഗിഫ്റ്റ്. കുഞ്ഞുടുപ്പുകളുടെ നമ്പർ 1 ബ്രാൻഡായ മാക്കിറ്റോസ് നൽകുന്ന ഒരു ഗിഫ്റ്റ്. ഉടനെ നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കീർത്തിക്കുണ്ട് മാക്കിറ്റോസിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. ഒപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മിഥുനും ഉണ്ട് മാക്കിറ്റോസിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. ഓരോ കറിക്കും നാടൻ കൂട്ടുരുചി ഉറപ്പ് നൽകുന്ന ഗുഡ്നസ് ഫുഡ് പ്രോഡക്ട്സ് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് കറി പൗഡർ നൽകുന്ന ഒരു ഗിഫ്റ്റ്. അപ്പം എല്ലാരും ഹാപ്പി ആയിട്ടുണ്ടല്ലോ അല്ലേ? ചേട്ടാ ഞങ്ങളൊക്കെ ഹാപ്പിയാ, പക്ഷെ നീ ഹാപ്പി ആവണ്ടേ? പിന്നെ നിങ്ങളുടെ കൂടെ നമ്മളൊരു ഗിഫ്റ്റ് നിനക്കും തരുന്നു. എന്തുവാ? ഇതല്ല, മാജിക്കാ. കോക്കനട്ട് ഓയിൽ. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേട്ടാ. ശരിക്കും ഇതൊരു വലിയ അനുഭവമാണ് കേട്ടോ, തിരിച്ചൊരു ഗിഫ്റ്റ് കിട്ടുന്നത്. ശരിക്കും ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് കേട്ടോ. എപ്പോഴും ഇതുപോലെ ഡൗൺ ടു എർത്ത് ആയിട്ടും നല്ല ഒരു ടീമായിട്ട് നിന്ന് നിങ്ങളുടെ സീരിയലിന് ഏതൊരു സീരിയലിൽ പാർട്ടാവുന്നതുകൊണ്ട് അതെല്ലാം നന്നായിട്ട് മുമ്പോട്ടോടെ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള ഓണം വിഷസ് പാസ് ചെയ്യുകയാണ്. തിരിച്ചിനി നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് എന്താ കൊടുക്കാനുള്ളത് അതും കൂടെ അങ്ങ് പറഞ്ഞു.